അവ്യക്ത സന്ദേശം. വൈകുന്നേരം പ്രിയപ്പെട്ട ബാബയുടെ അടുത്ത് വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്: ബാബയുടെ മുന്നിൽ ഗീതാ ബഹൻ ഇരിക്കുകയാണ്, യോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഗീതാ ബഹനെ മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞു, താങ്കൾ എങ്ങനെയാണ് ബാബയുടെ അടുത്ത് വതനത്തിൽ എത്തിച്ചേർന്നത്? താങ്കൾ താഴെയായിരുന്നു. ഇപ്പോൾ ബാബയുടെ മുന്നിലിരുന്ന് യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്നും വളരെയധികം സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗീതാബേൻ പറഞ്ഞു, എനിക്കും ഒന്നും തന്നെ അറിയില്ല, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാണ് ഞാൻ ബാബയുടെ അടുത്ത് വന്നത് എന്നത് എനിക്കും അറിയില്ല. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ഇത് ഡ്രാമയ്ക്കും അറിയാം, ഡ്രാമയുടെ കളിക്കും അറിയാം. ഈ കുട്ടിക്ക് അഥവാ ഗീതാ ബഹന് അറിയില്ല. ബാബ പറഞ്ഞു, ഈ കുട്ടി തുടക്കം മുതലേ ബാബയുടേതായത് മുതൽ ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും മൂർത്തിയായിരുന്നു. ജീവിതത്തിലും സരളതയോടെ പോയിക്കൊണ്ടിരുന്നു. ഈ കുട്ടി ബ്രാഹ്മണ പരിവാരത്തെ ആത്മാക്കളുടെ ഹൃദയം കീഴടക്കി. അതേപോലെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള തൻ്റെ സേവനങ്ങളിലൂടെ ഏതൊരു ഭാഗ്യം ഉണ്ടാക്കിയോ? ബാബ പറഞ്ഞു, ഈ കുട്ടി ഗുപ്തമായിരുന്നു. പ്രത്യക്ഷമായും ഈ കുട്ടി സേവനം ചെയ്തിരുന്നുവെങ്കിലും ഗുപ്ത രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ബാബയെ പ്രതിയുള്ളവ തന്നെയായിരുന്നു. 2-3 വർഷമായുള്ള ആരോഗ്യത്തിൻ്റെ അവസ്ഥയ്ക്കിടയിലും ഏതൊരു സമയം ലഭിക്കുമായിരുന്നോ അപ്പോൾ ഈ കുട്ടി ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം ഒരു തപസ്വി മൂർത്തിയായി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമായിരുന്നു. ബാബയുടെ ഓർമ്മയിൽ ലയിച്ചു ചേരുമായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ അനേകം പ്രകാരത്തിലുള്ള അനേകം ആത്മാക്കളുടെ അത്രയും ആശീർവാദങ്ങൾ ശേഖരിച്ചു. അത് കാരണം ലാസ്റ്റ് സമയം കുട്ടിക്ക് പോലും അറിയുവാൻ കഴിഞ്ഞില്ല ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകും എന്ന്. ബാബ പറഞ്ഞു, കുട്ടി കണ്ടുവോ? കുട്ടി വതനത്തിലും ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്, യോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയുള്ള സമയത്ത് യോഗം ചെയ്തുകൊണ്ട് പോയി. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിരുന്ന് തന്നെ ഈ കുട്ടി വതനവാസിയായി മാറി. അപ്പോൾ ഏറ്റവും വലിയ കാര്യം ഇതാണ്: ഈ കുട്ടി ശരീരത്തിൻ്റെ കണക്കുകൾ ഉണ്ടായിരുന്നത് പൂർത്തിയാക്കി. എന്നാൽ ഈ കുട്ടി ആരിൽ നിന്നും ഏതെങ്കിലും പ്രകാരത്തിലുള്ള അത്രയും സേവനം എടുത്തില്ല. സംഗമത്തിൽ വളരെ വലിയ ഭാഗ്യവും വളരെ വലിയ പുണ്യവും ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ ശേഖരിച്ചു. കാരണം എവിടെയെങ്കിലും സേവനത്തിന് പോകുമായിരുന്നപ്പോൾ ആര് ഈ കുട്ടിയുടെ സമീപം വന്നിരുന്നാലും ഈ കുട്ടി അവരെ വളരെയധികം സന്തുഷ്ടമാക്കി അയക്കുമായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടിയുടെ പേര് തന്നെ ഗീത എന്നാണ്. ബാബയുടെ ജ്ഞാനമായ സത്യമായ ഗീത അഥവാ ജ്ഞാനത്തിൻ്റെ സാരം ഏതാനും വാക്കുകളിൽ മധുരമായ വാക്കുകൾ പറഞ്ഞ് കുട്ടി എല്ലാവരുടെയും മനസ്സിനെ ജയിച്ചു. ബാബ പറഞ്ഞു, ബാബ ഈ ഒരു കാര്യം നോക്കുകയാണ്. ഈ കുട്ടിയുടെ ആദ്യം മുതൽ അവസാനം വരെ യഥാർത്ഥ പുരുഷാർത്ഥം ചെയ്യുന്നത്, യഥാർത്ഥ കർമ്മം ചെയ്യുന്നത്, ഇത് ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ വളരെയധികം ചെയ്തു. ഗുപ്ത രീതിയിൽ സേവനം ചെയ്യുന്നത്, ഗുപ്ത രീതിയിൽ യോഗബലം ശേഖരിക്കുന്നത്, ഇത് കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏത് സമയം ഉണ്ടായിരുന്നാലും എനിക്ക് ബാബയുടെ സേവനം ചെയ്യണം എന്നായിരുന്നു.
ബാബ ഗീതാ ബെൻജിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി എല്ലാവരുടെയും മധുബനിൽ ഉള്ളവരുടെയും ഹൃദയം കീഴടക്കി എല്ലാവരുടെയും ഹൃദയത്തിന്മേൽ രാജ്യം ഭരിച്ചിരുന്നു. അതനുസരിച്ച് കുട്ടി അപ്രതീക്ഷിതം എന്ന കളിയിൽ ലോകത്തിലും ചില തപസ്വികൾ ഇരിക്കവേ തന്നെ ശരീരം ഉപേക്ഷിക്കുന്നു. അവരെ മഹാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടിയും അമൃതവേളയുടെ സമയത്ത് യോഗവും ചെയ്തു, ബാബയോട് സംസാരിക്കുകയും ചെയ്തു, ബാബയോട് ആത്മീയ സംഭാഷണവും നടത്തി. എന്നാൽ ബാബ പറഞ്ഞു, ഡ്രാമയിലും എന്താണോ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരുന്നത് ആ ഡ്രാമയെ ആർക്കും മാറ്റുവാൻ കഴിയില്ല. ആർക്കും അതിൽ നിന്നും മാറ്റുവാനും കഴിയില്ല. ബാബ പറഞ്ഞു, അതിനാൽ കുട്ടി പുതിയ സ്ഥാനത്ത് പുതിയ ജന്മത്തിൽ പുതിയ വസ്ത്രത്തിലേക്ക് പോകും. അവിടെയും സേവനം ചെയ്യും. കാരണം തുടക്കം മുതൽ ബാബയുടേതായി മാറിയിരുന്നു. ബാബയുടെ സ്നേഹത്തിൽ മഗ്നമായിരുന്നു കൊണ്ട് തന്നെയാണ് ഓരോ കർമ്മവും ചെയ്തിരുന്നത്. ഒരിക്കലും ആരെങ്കിലുമോ അവിടെയും ഇവിടെയുമോ നോക്കാതെ സ്വയം തന്നെ നോക്കിക്കൊണ്ട് നടത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ബാബ ഇന്ന് വളരെയധികം ഗീതാബേൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് ബാബ ബലിയർപ്പണം ആവുകയായിരുന്നു. ബാബ ഗീതാബേന് ദൃഷ്ടിയും നൽകുകയായിരുന്നു. ഞാൻ ഗീതാബേനോട് പറഞ്ഞു, താങ്കളെ ഞാൻ 8-ാം തീയതി നല്ല രീതിയിൽ കണ്ടതാണ്. 9-ാം തീയതി താങ്കൾ പറക്കുകയാണ് എന്നതുപോലെ തോന്നിയിരുന്നു. അപ്പോൾ ഗീതാബേൻ പുഞ്ചിരിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നോക്കൂ, താങ്കൾക്ക് എല്ലാവരും ഓർമ്മകളും നൽകിയിരിക്കുകയാണ്. എല്ലാവരും ഓർമ്മിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബെഹൻജി പറഞ്ഞു, എനിക്കും പലയിടത്തും പോകാൻ കഴിഞ്ഞിരുന്നില്ല, സമയവും ഉണ്ടായിരുന്നില്ല, ശരീരവും സഹയോഗം നൽകിയിരുന്നില്ല. എന്നാൽ തീർച്ചയായും ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം ഗീതാബെൻജിയും എല്ലാവർക്കും, മധുബൻ നിവാസികൾക്കും ശാന്തിവൻ നിവാസികൾക്കും സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബയുടെയും ഗീതാബെൻജിയുടെയും മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ബെഹൻജിയെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, കുട്ടിക്ക് വെറൈറ്റി ആഹാരങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ അല്പമാണ് കഴിച്ചിരുന്നത്, എങ്കിലും വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുമായിരുന്നു. ബാബ ഗീതാബേനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുട്ടിക്ക് നിമിത്തമായി ഇന്ന് വിശേഷിച്ച് ഭോഗ് വന്നിരിക്കുകയാണ്. ബാബ ബെഹൻജിയെ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിക്കുകയായിരുന്നു. പിന്നെ ഞാനും ഗീതാബെൻജിയോട് പറഞ്ഞു, താങ്കൾക്ക് നിമിത്തമായി സമീപമുള്ള സഹോദരിമാരും ഗുജറാത്തിലെ സഹോദരിമാരും പിന്നെ വലിയ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഗ്രൂപ്പിൽ നിന്നും താങ്കൾ പെട്ടെന്ന് പറന്നുപോയി എന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ ഗീതാബേൻ പറഞ്ഞു, എൻ്റെ പാർട്ട് ഇത്രമാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും സേവനമാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇനിയും ബാബ സേവനം ചെയ്യിക്കും. പുതിയ സേവനത്തിന് വേണ്ടി പോകും. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ബാബ ഏതുപോലെ എമർജ് ചെയ്തുവോ അതേപോലെ മർജ് ചെയ്തു. പിന്നെ എല്ലാവർക്കും ബാബയും ഗീതാബെൻജിയും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകുന്നുണ്ടായിരുന്നു. ബെഹൻജിയും പറഞ്ഞു, എൻ്റെ ഓർമ്മകൾ നൽകണം. ഞാൻ പറഞ്ഞു, തീർച്ചയായും താങ്കളുടെ ഓർമ്മകൾ നൽകും. ഇപ്രകാരം സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.